എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഗൗട്ടിനെ പറ്റി സംസാരിച്ചാലോ? അപ്പൊ ആദ്യം എന്താണ് യൂറിക് ആസിഡ് എന്ന് പറയാം. പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് ദഹിച്ചതിന് ശേഷം ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. അപ്പൊ ഇത് ഓവറായിട്ട് ഉണ്ടാവുക, ഓവറായിട്ട് ഉണ്ടായ യൂറിക് ആസിഡിനെ പ്രോപ്പറായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാതിരിക്കുക. ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നീസ് ആണ്. ഇങ്ങനെ വരുമ്പോൾ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുകയും അത് യൂറേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുകയും മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുകയും അത് നമ്മുടെ ജോയിൻസിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വേദന, അസഹ്യമായ വേദന, നീര് എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഗൗട്ട്. ഇനി ആയുർവേദത്തിൽ ഈ ഒരു അവസ്ഥയെ വാതരക്തം എന്നാണ് പറയുന്നത്. അതായത് പല കാരണങ്ങളും കൊണ്ട് വാതം കോപിച്ച് അത് പതുക്കെ രക്തത്തെയും കോപിച്ച് ശരീരത്തിൽ കുറെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. അപ്പൊ എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? ഒരുപാട് എരു, പുളി, ഉപ്പ്, ക്ഷാര സ്വഭാവമുള്ള ആഹാരങ്ങൾ, സ്നിഗ്ധമായുള്ള ആഹാരങ്ങൾ നമുക്ക് ഒരുപാട് കഴിക്കുക. നമുക്കത് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡൊക്കെ പല ഫാസ്റ്റ് ഫുഡിലായിട്ട് നമുക്കത് കമ്പയർ ചെയ്യാം. ഒരുപാട് സോസും ചീസും മസാലകളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പൊ അത് നിത്യേന ശീലിക്കുന്ന ആൾക്കാർ, പിന്നെ വിരുദ്ധാഹാരങ്ങൾ നിത്യേന ശീലിക്കുന്ന ആൾക്കാർ. ആയുർവേദത്തിൽ 18 തരം വിരുദ്ധാഹാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുന്നേ അടുത്ത ഭക്ഷണം കഴിക്കുക, അധ്യശനം എന്ന് പറയും. നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുന്നേ അടുത്ത ഭക്ഷണം കഴിക്കുക. അപ്പൊ നമ്മൾ പലരും ചെയ്യുന്നതാണല്ലേ. അപ്പൊ അങ്ങനെ. പിന്നെ ഒരുപാട് റെഡ് മീറ്റ്, പിന്നെ ഇലക്കറികൾ, പിന്നെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരുപാട് പുളിപ്പിച്ചിട്ട് അങ്ങനത്തെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അതൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? അപ്പൊ ആയുർവേദത്തിലെ പൂർവ്വരൂപത്തെ പറ്റി പറയുന്നു. അതായത് വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുന്നേ ശരീരം കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളെയാണ് പൂർവ്വരൂപം എന്ന് പറയുന്നത്. ഏർലി സിംറ്റംസ്. അതായത് സ്കിന്നിന് ഒരു ഡിസ്കളറേഷൻ വരിക, നന്നായിട്ട് വേർക്കുക അല്ലെങ്കിൽ വേർക്കാതിരിക്കുക, തീരെ വേർക്കാതിരിക്കുക. പിന്നെ സ്കിന്നിന്റെ ടോണിനൊക്കെ ഒരു മാറ്റം വരിക, ജോയിന്റിന് സ്റ്റിഫ്നെസ് വരിക, ഒരു ക്ഷീണം, വീക്ക്നെസ് ഒക്കെ തോന്നുക. അങ്ങനത്തെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ നേരത്തെ ഏർലി സിംറ്റംസ് കാണും എന്ന് ആയുർവേദം പറയുന്നു. പിന്നെ കുറച്ച് മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് അസഹ്യമായ വേദന. പെട്ടെന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന. ഒരൊറ്റ രാത്രി കൊണ്ടാണ് നല്ല വേദനയും നീരും ബേണിങ് സെൻസേഷനും ഒക്കെ വരുന്നത്. ചിലർക്കെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂത്രം പോകാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഒക്കെ കാണിക്കാറുണ്ട്. സുശ്രുതാചാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആക്കുവിഷം, അതായത് തേളിന്റെ വിഷം പോലെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. അതായത് ഒറ്റ രാത്രി കൊണ്ട് ചെറിയൊരു വേദന സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്നായിരിക്കും ഇത് ഭയങ്കര വേദനയായിട്ട് മാറുന്നത്. അപ്പൊ ടിപ്പിക്കലി ഇത് തള്ളവിരലാണ് കാണുന്നതെങ്കിലും നമുക്ക് ബോഡിയുടെ പല ഭാഗത്തും, അതായത് മുട്ടില്, കൈയുടെ മുട്ടില്, ബാക്കില്, തലയുടെ ഒക്കെ ബാക്കില് ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന്റെ ഒരു ചികിത്സാ വശം? ഫസ്റ്റ് തന്നെ നിദാന പരിവർജനമാണ്. അതായത് നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും മോഡിഫൈ ചെയ്യുക. ഒരു ക്വാളിറ്റി ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. എന്താണോ ഇതിന് കാരണം, ഇപ്പോൾ റെഡ് മീറ്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നു, ഒരുപാട് ആൽക്കഹോൾ കൺസപ്ഷൻ, പ്രോപ്പറായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, അപ്പം അങ്ങനെയൊക്കെ ഒരു ജീവിത സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് മാറ്റി നല്ലൊരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈലും ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക, അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇപ്പം ഞെരിഞ്ഞല്, വയൽച്ചുള്ളി അല്ലെങ്കിൽ ചിറ്റമൃത് പോലെയുള്ള മരുന്നുകൾ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ഇപ്പം രോഗിയുടെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് നമ്മൾ ആയുർവേദ മരുന്നുകൾ കൊടുക്കാറുണ്ട്. കോകിലാക്ഷം കഷായം, കുക്ഷതി പോലുള്ള മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നെ ചികിത്സയായിട്ട് നമ്മൾ പറയുന്നത് സ്നേഹം ചെയ്യാം, അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓയിൽ ഇന്റേണൽ ഓർ എക്സ്റ്റേണലി. അത് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനും നിങ്ങളുടെ അവസ്ഥയും വെച്ചിട്ട് അവരിത് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്വേദനം ചെയ്യുക, സ്റ്റീം ചെയ്യുക, നന്നായിട്ട് വേർപ്പിക്കുക. ഇത് കുറേയൊക്കെ യൂറിക് ആസിഡ് കുറേയൊക്കെ പുറത്തേക്ക് പോകാനായിട്ട്, അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് വിരേചനം പോലുള്ള ചികിത്സകൾ, വിരേചനം, വസ്തി, പിന്നെ രക്തം കുത്തിക്കളയുന്ന രക്തമോക്ഷം പോലെ ചികിത്സകളൊക്കെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇത് ഒരു ആളുടെ കണ്ടീഷൻ വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചികിത്സകളൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂറിക് ആസിഡിനെ പറ്റി, ഗൗട്ടിനെ പറ്റി അത്യാവശ്യം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.